എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കും ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നെയ്ച്ചോറ് തയ്യാറാക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാൻ ഒരുപാട് ഇളക്കിയ സമയമൊന്നും തന്നെ കളയുന്നില്ല. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. ഒരു തരി പോലും ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ പെർഫെക്റ്റ് സ്വാദിൽ ഇനി ആർക്കും നെയ്ച്ചോറ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വർഷങ്ങളായിട്ട് പാചക ജോലികളൊക്കെ ചെയ്തിട്ട് എൻ്റെ കൈയൊക്കെ നല്ല ചുളുക്കാണ്. ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞാൻ കണ്ട എളുപ്പമാർഗമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അളവിൽ കൈമ റൈസാണ്. റൈസ് അളന്ന പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ അരി ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം കുതിർത്തിയ അരിയെ നമുക്കൊന്ന് വെള്ളവും കൂടെ ഊറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. റൈസ് തയ്യാറാക്കി എടുക്കുന്നത് അഗാരോന്റെ ഇലക്ട്രിക് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാചകം തുടങ്ങാം. ഈ ഒരു കുക്കർ 3 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ 18:1 കുക്കിംഗ് മോഡാണ്. ഈ ഒരു കുക്കറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വേവ് കൂടിയ അരിയും വേവ് കുറഞ്ഞ അരിയും നമുക്ക് അതിൻ്റെതായ രീതിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. ഈ ഒരു മഴക്കാലത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനും വളരെ നല്ലതാണ്. ഈ ഒരു കുക്കറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കുക്കറിന്റെ ലിഡ് തുറന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ആവിപാത്രമാണ്. ഇനി വളരെ എളുപ്പത്തിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന എന്ത് കാര്യവും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിന്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു കോപ്പർ പാൻ ആണ് ഉള്ളത്. ഇതൊരു 3 ലിറ്റർ അളവുള്ള ഒരു പാത്രമാണ്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ റൈസ് എടുത്തിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നോക്കി തന്നെ നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. ഈ ഒരു കുക്കറിൽ നമുക്ക് ഇതുപോലെ അളന്നെടുക്കാനായിട്ട് ഒരു അളവ് കപ്പുണ്ട്. ഈ ഒരു കപ്പിൽ അളന്നിട്ട് വേണം നമുക്കിതിലേക്ക് റൈസൊക്കെ ഇട്ട് വേവിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ റൈസൊക്കെ ഒന്ന് ഇളക്കുന്നതിനായിട്ട് ഇതുപോലൊരു സൂപ്പ് ലാഡിലും ഉണ്ട്. ഇനി ഈ കുക്കറിൽ പാചകം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ ഒരു സ്റ്റീം വെന്റിൽ കൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് പോകും. ആ സമയത്ത് കൈകൊണ്ട് തൊട്ട് നോക്കുകയോ തുറന്നു നോക്കുകയോ ചെയ്യരുത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ആവി വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. ആ ഒരു ആവിക്ക് നല്ല ചൂടുണ്ടാകും. ഇതിൽ നിന്നും വീഴുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഇതുപോലൊരു സംഭവം കൂടി ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്കിതിന്റെ പവർ ബട്ടൺ ഒന്ന് ഓൺ ആക്കണം. ഇനി നമുക്ക് പ്രീസെറ്റ് ബട്ടൺ അമർത്തിയതിനു ശേഷം ഇഷ്ടമുള്ള മോഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് വൈറ്റ് റൈസ് മോഡാണ് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ളത്. അതിനുശേഷം പാത്രം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലും നെയ്യുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലകളും നല്ല പോലെ മൂപ്പായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും ഇനി ഇതെല്ലാം നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. സവാളയും കളറൊന്നും പോവാതെ തന്നെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഈ ഒരു നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ചിക്കൻ ക്യൂബ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റുന്ന മസാലകളുടെ കളറൊന്നും നഷ്ടപ്പെടാതെ വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്തി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇത് നമ്മളെ വീടുകളിൽ ചെയ്യുന്ന രീതി തന്നെയാണ്. റൈസ് 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം വെന്തുവരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഒരു 10 മിനിറ്റിലേക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിതൊന്ന് അടച്ചു കൊടുക്കുവാണ്. അതിനുശേഷം മൂടി തുറന്നിട്ട് വീണ്ടും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് തന്നെ കൊടുക്കാം. ഇപ്പോഴും 10 മിനിറ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ കുക്കറിൽ വെച്ചാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ അതിന്റെ എയർ പോവാതെ തന്നെ നമുക്ക് തുറന്നു നോക്കാനും പറ്റില്ല. ഒരു പകുതി വേവായപ്പോൾ വീണ്ടും മൂടി
തുറന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ റൈസിന് വെള്ളം പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. തയ്യാറാക്കിയ റൈസ് ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗാർണിഷിനായിട്ട് റൈസിൻസും ക്യാഷ്യൂസും കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്ത ഒനിയനും ചേർത്ത് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. സമയത്ത് നമ്മുടെ ടൈം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുള്ളതും. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ റൈസ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അടുക്കി പിടിക്കുകയോ വെള്ളമില്ലാതെ വെന്ത് വരികയോ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പമാണ് കൂട്ടുകാരെ ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു ഇലക്ട്രിക് കുക്കറിൽ വെച്ചിട്ട് പാചകം ചെയ്തപ്പോൾ എനിക്കൊരുപാട് ഉപകാരമായിട്ട് തോന്നി. സാധാരണ ഇതുപോലൊരു റൈസ് വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു 7 മിനിറ്റ് മതിയാകും. പക്ഷേ ഈ ഒരു കുക്കറിൽ വെച്ച് പാചകം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ടൈം ആവശ്യമായിട്ടും വരും. റൈസ് വേവിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിനി ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് പവർ ബട്ടൺ ഓൺ ആക്കണം. അതിനുശേഷം സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ തിരഞ്ഞെടുക്കണം. വീണ്ടും നമ്മൾ ടൈം 10 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈസ് വേവിച്ച അതേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആവി പാത്രത്തിലേക്ക് പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്ന സമയത്തും ഇതിൽ നിന്നും ധാരാളം ആവിയൊക്കെ പുറത്തേക്ക് പോകും. ആവി പോകുന്ന സമയത്ത് നമുക്കിത് തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നും കൂടെ നോക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പഴം വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാൻ പോകാം. ഒരു തരി പോലും ടെൻഷൻ അടിക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന പാചകങ്ങളാണ് നമുക്ക് ഈ റൈസ് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ കൂട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാചകം ചെയ്തെടുക്കണം എന്ന് തീരുമാനിക്കുന്നവർക്കും ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ വളരെ തന്നെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.